നെട്ടൂരിന്റെ കണ്ണിലുണ്ണി എന്ന് പറയണമെന്നുണ്ട്. പക്ഷെ 4, 3, 7 പേർക്ക് പോലും അവിടെ എന്നെ അറിയില്ല. പിന്നെ ഞാൻ എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും കടിഞ്ഞൂൽ പൊട്ടി എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സൈസ് അവർക്ക് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും വൺ ആൻഡ് ഓൺലി വൺ ശ്രീലക്ഷ്മി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഞാൻ എന്താ നോക്കുന്നതെന്ന്. വേറൊന്നും അല്ല, സത്യം പറയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയിട്ട് വന്നേ പിന്നെ എൻ്റെ ജീവന് ഭയങ്കര ഭീഷണിയാ. എപ്പോൾ വേണേ എന്ത് വേണേ സംഭവിക്കാവുന്നൊരവസ്ഥയാ. അതുകൊണ്ട് എനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത വല്ല ഗുണ്ടകൾ ഉണ്ടോന്നായിരുന്നു ഞാനൊന്ന് നോക്കിയത്. അപ്പം ആരും ഇല്ലെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനങ്ങ് തുടങ്ങുവാണേ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഒരു മുൻകൂർ ജാമ്യം എന്ന രീതിയിൽ എനിക്കൊരു ചെറിയ കാര്യം പറയണമെന്നുണ്ട്, ഒരു ഡിസ്ക്ലെയിമർ പോലെ. സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ വിപണിയിൽ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയം. സാധനം മാറിപ്പോയി. ഈ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. അത് വല്ല ഗോൾഡൻ ഉടുപ്പിട്ടവരെയോ കറുപ്പുടുപ്പിട്ടവരെയോ പിങ്കുടപ്പിട്ടവരുമായിട്ട് എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികമെന്ന് നിങ്ങൾ സാങ്കല്പിക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ വല്ലതൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം എൻ്റെ കണ്ടന്റിലേക്ക്. ഇന്നത്തെ എൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ കച്ചവടമാണ്. വെറും കച്ചവടമല്ല, വിൽക്കുന്ന ആൾ ആരാണെന്നോ വാങ്ങുന്ന ആൾ ആരാണെന്നോ അറിയാതെ വെറും ഒരു സാധനം എന്ന നൂലിൽ കോർത്ത് കിടക്കുന്ന ആ ഒരു കച്ചവടം. എന്ത്? ഓൺലൈൻ കച്ചവടം. കർപ്പൂരം തൊട്ട് കട്ടപ്പ വരെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുകയും ചെയ്യും. അതാണ് വേറൊരു സത്യം. അപ്പൊ ഇതിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ മറക്കാനാവാത്തൊരു വ്യക്തിയുണ്ട്, എൻ്റെ കഥയിലെ നായിക, മൈ മമ്മി, എൻ്റെ അമ്മ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്ന്? അപ്പൊ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ നാഴികയ്ക്ക് 40 വട്ടം 400 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒന്നൊന്നായിട്ട് എന്നെയും എൻ്റെ ഡാഡിയെയും കടയിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്ന എൻ്റെ അമ്മ ഇപ്പൊ ഫുൾ ഓൺലൈനാ. എന്തിനു പറയുന്നു, പാല് പച്ചക്കറി എല്ലാം ഓൺലൈൻ. 12 രൂപയുടെ ഉപ്പ് വരെ വീട്ടിൽ കൊണ്ടുതരാൻ 15 മിനിറ്റിൽ കൊണ്ടുതരാൻ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ 20 രൂപയുടെ സാധനത്തിന് വരെ 100 രൂപ കൊണ്ട് സാധനം വാങ്ങിക്കുന്ന ആളെയും 15 മിനിറ്റിന് തിരിച്ചു വരാൻ പറഞ്ഞ ആൾ 1.5 മണിക്കൂറിന് തിരിച്ചു വരുന്ന ആളെയും വിടേണ്ട ആവശ്യമില്ലെന്ന് എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എൻ്റെ അമ്മ ഓൺലൈനിലോട്ട് തിരിഞ്ഞത്. അപ്പൊ ഞങ്ങളും ആ കടക്കാരനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വികർഷിച്ച് വരുന്നു. അതാണെന്ന് തോന്നുന്നു ആ വാക്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ആ കടക്കാരനെ കണ്ടപ്പം എൻ്റെ അച്ഛൻ ആ കടക്കാരനെ കണ്ടായിരുന്നു. അപ്പൊ ആ കടക്കാരൻ പറയാ, അതെ, ഇടയ്ക്കിടയ്ക്ക് ഒരു ലെറ്ററെങ്കിലും എഴുതണം, ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനാണത്രേ. അത് അത്രയ്ക്കായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ പറയാലോ, ഈ എൻ്റെ അമ്മയും ഓൺലൈൻ ഷോപ്പിംഗ് തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഓഫർ എന്ന് പറഞ്ഞൊരു സാധനത്തിലാണ്. അതായത് എന്താ പറയാ, ഓസിന് കിട്ടിയ ആസിഡും കുടിക്കുന്ന നാട്ടുകാരാണ് നമ്മൾ, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? അതെ, സമ്മതിച്ചോ? അപ്പോൾ അങ്ങനത്തെ നമ്മള് എന്താ പറയാ, 2 രൂപ കുറച്ചൊരാളൊരു സാധനം തരാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയുവോ? ഇല്ല. അത് തന്നെ എൻ്റെ അമ്മയും ചെയ്തുള്ളൂ. 10 രൂപ ഡെലിവറി ചാർജ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കത്തില്ല. നമുക്ക് ആ 2 രൂപ കുറവ് ഓഫർ മതിയേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പം എന്താ പറയാ, ഈ ഓൺലൈനിലാണല്ലോ ഓഫറുകൾക്ക് സമയമുണ്ട്. എല്ലാവർക്കും അറിയാലോ ഓഫറുകൾക്ക് സമയമുണ്ടെന്നുള്ള കാര്യം. അപ്പൊ നമ്മളെല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിലാണെന്ന്. എൻ്റെ അമ്മയുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, റിപ്പബ്ലിക് ദിനം, ദീപാവലി, ക്രിസ്മസ്, ഹോളി, ഇതെല്ലാം പാതിരാത്രി 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്കാ. എന്താ ഏറ്റവും കൂടുതൽ ഓഫർ ഈ സമയങ്ങളിലാണേ വരുന്നത് അതിനകത്തൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ തൻ്റെ 12 മണിക്കത്തെ ഉറക്കം കളഞ്ഞ് ഉച്ചയ്ക്ക് 12 മണിക്കത്തെ ടെലികാസ്റ്റ് സീരിയൽ കളഞ്ഞിട്ടാണ് എൻ്റെ അമ്മ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നത്. ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങളൊന്ന് അറിയണം. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ വീട്ടിലും എല്ലാ വില കൂടിയ സാധനങ്ങളുണ്ടല്ലോ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എല്ലാം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. എന്താ? ഫ്രിഡ്ജിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് August 15. വാഷിംഗ് മെഷീൻ്റെ എന്തായിരുന്നു? ഏപ്രിൽ അല്ലല്ലോ, January 26. ടിവിയുടെ 2 വർഷം മുമ്പത്തെ ഏതോ ദീപാവലി. കാരണം ദീപാവലിക്ക് പ്രത്യേകം ഡേറ്റ് ഇല്ലല്ലോ. അപ്പൊ ഇതേപോലെ ഒരു ദീപാവലിക്ക് എൻ്റെ അമ്മ ഭർത്താവിനും മകൾക്കും സ്നേഹത്തോടൊരു കേക്ക് വാങ്ങിച്ച് മുമ്പിൽ കൊണ്ട് കൊടുത്തു. ഇല്ലേ? അല്ല, കേക്കിന് പേരിൽ ഇവിടെ അടി ഉണ്ടായതാണല്ലോ അല്ലേ? കേക്ക് വാങ്ങിച്ച് മുമ്പിലോട്ട് അങ്ങ് കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ തുറന്നു നോക്കിയപ്പോഴാണ് സത്യം മനസ്സിലായത്. അത് സാധാ കേക്ക് അല്ലായിരുന്നു, കൗഡൻ കേക്ക്. മലയാളത്തിൽ പറഞ്ഞ ചാണകം. കേട്ടിട്ടില്ലേ ആരും? പക്ഷെ ഉണ്ടല്ലോ, ഈ ചാണകം ഞങ്ങൾ വെറുതെ കളഞ്ഞില്ല. ഇതെടുത്ത് ഞങ്ങൾ എൻ്റെ അമ്മയുടെ വല്യമ്മാവിന് കൊണ്ട് കൊടുത്തു. കാരണം 2 മാസം മുമ്പ് പുള്ളിക്കാരൻ ചോദിച്ചേ ഉണ്ടായിരുന്നുള്ളൂ,
ഓൺലൈനിൽ കൂടെ കടലപ്പിണ്ണാക്ക് കിട്ടുമോന്ന്. വല്ല കാര്യം ഉണ്ടായോ? കിട്ടിയില്ല. പക്ഷെ ചാണകം കിട്ടിയ ഓൺലൈനിലൂടെ. ആ ഒരു സമാധാനം. വല്യമ്മാവൻ ഈ കാര്യം എൻ്റെ അമ്മയോട് ചോദിക്കുന്നതിന് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഒരമ്മാവൻ അല്ലേ. എന്തിനാ ഈ കല്യാണങ്ങൾക്കൊക്കെ മുന്നേ നിൽക്കുന്ന ഒരു അമ്മാവൻ. ചെറുക്കൻ ഇവിടെ നിൽക്കണോ, പെണ്ണ് ഇവിടെ നിൽക്കണോ, താലി ഇതുവഴി കെട്ടണോ, താലി ഇതുവഴി കെട്ടണോ എന്ന് പറയുന്ന ഒരു അമ്മാവൻ. എല്ലാ ഫാമിലിയിലെ ആ കല്യാണ അമ്മാവൻ പോലെ എൻ്റെ ഫാമിലിയിലെ ഓൺലൈൻ അമ്മായിയായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ മൊബൈൽ ഉപയോഗിക്കാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളെ കാട്ടി കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ അമ്മ ഒരു പാപമാണ്. അല്ല, അമ്മ ബുദ്ധിമതി തന്നെയാ. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ മകളുടെ റിസപ്ഷന് ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെ അമ്മ നമ്മുടെ മമ്മി ആൻഡ് മീ സിനിമയ്ക്കകത്ത് റോമ ഒരു ഉടുപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വരുമല്ലോ, അതേപോലെ എൻ്റെ അമ്മ സാരിയൊക്കെ എടുത്തൊരു പുതിയ ചെരുപ്പ്, ഒരു 3000-3500 രൂപയുടെ ചെരുപ്പെടുത്ത് ഇങ്ങനെ മന്ദം നടന്ന് വരുവാ റിസപ്ഷനിലോട്ട്. ഞങ്ങൾ നോക്കിയപ്പം ഇത്രയും വിലയുള്ള ഷൂസ്, അതും എൻ്റെ അമ്മ. എന്തിനു പറയുന്നു, 2 മാസം മുമ്പ് എന്താ പറയുക, എൻ്റെ അച്ഛന് കൊളസ്ട്രോൾ കൂടിയെന്ന് പറഞ്ഞ് അച്ഛനോട് എക്സസൈസ് ചെയ്യാൻ, തടി കുറയ്ക്കാനൊക്കെ പറഞ്ഞപ്പം അച്ഛൻ അമ്മയോട് പറഞ്ഞു എനിക്കൊരു ഷൂ വാങ്ങിച്ചു തരാൻ, റണ്ണിങ് ഷൂ. അമ്മ ഒരു തോർത്തെടുത്ത് താഴിട്ടിട്ട് എടുക്കിയത് കുനിഞ്ഞെടുത്തു. വേണ്ടേ, ഇതേപോലൊരു 5-10 പ്രാവശ്യം ദിവസം ചെയ്താൽ നിങ്ങളുടെ തടി കുറയാവുന്നതേ ഉള്ളൂ, ഷൂവിൻ്റെ ഒന്നും ഒരാവശ്യമില്ലെന്ന് എൻ്റെ അമ്മ അവിടെ തെളിയിച്ചു. ആ അമ്മയാണ് ഇവിടെ 3500 രൂപയുടെ ഷൂ ഇട്ടുകൊണ്ട് വന്നത്. ഞങ്ങൾ ഭയങ്കര ചകിതരായില്ലേ അത് കണ്ടിട്ട്. അത് നോക്കിയപ്പോൾ അമ്മ ആ ഷൂ ഒക്കെ ഇട്ട് എല്ലാവരുടെയും മുമ്പിൽ ഷോ കാണിച്ചൊക്കെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയെ കാണുന്നില്ല. 2 മണിക്കൂറായി എൻ്റെ അമ്മയെ കാണുന്നില്ല. ഞങ്ങൾ വിചാരിച്ച് നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവല്ലോ, തിരിച്ച് പിന്നെ അടുത്ത വീടാണെങ്കിൽ 2 പാത്രമൊക്കെ കൊണ്ട് ബാക്കിയുള്ള ബിരിയാണിയും കറിയും കൊണ്ട് വരാൻ വേണ്ടി അതിന് പോയതാന്നാ വെച്ച്. പക്ഷെ അല്ലായിരുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് ബാത്റൂമിനകത്തുനിന്ന് ഒരുമാതിരി ഉണക്കാനിട്ട തുണി മഴ നനഞ്ഞ പോലെ മറ്റേ എന്താ പറയുക വെള്ളം ഊറ്റി എൻ്റെ അമ്മ ചെരുപ്പും കൊണ്ട് ഇങ്ങനെ നടന്നു വരിക. എങ്ങോട്ട്? ബാത്റൂമിൻ്റെ പുറത്തോട്ട്. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഞങ്ങൾ വിചാരിച്ച ചെരുപ്പിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും, 3500 രൂപയുടെ ചെരുപ്പൊക്കെ അല്ലേ. അപ്പം ഞങ്ങൾ തൊട്ടടുത്ത ദിവസം ഒരാൾ പുറത്ത് വന്നിരിക്കുന്നു ബൈക്ക് കൊണ്ട്. ഡെലിവറി മാനാന്ന് മനസ്സിലായി. നോക്കിയപ്പോൾ ചെരുപ്പ് തിരിച്ചു കൊടുക്കുക. ഞാൻ ചോദിച്ചു എന്തുവാ? കളർ ഇഷ്ടപ്പെട്ടില്ല മോളെ എനിക്ക് ചെരുപ്പിൻ്റെ എന്ന്. പിന്നെയല്ലേ നമുക്ക് ഈ ഫുൾ കോൺട്രവേഴ്സി മനസ്സിലായത്. ഈ പുള്ളിക്കാരി എൻ്റെ അമ്മ 3000-3500 രൂപയുടെ ചെരുപ്പ് വാങ്ങിച്ചത് കഴുകി തിരിച്ചു കൊടുക്കാനായിരുന്നു ഉപയോഗം കഴിഞ്ഞിട്ട്. റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല. ആരെങ്കിലും ചോദിച്ചോ? ചെരുപ്പ് അതേപോലെ കൊണ്ട് തിരിച്ചു കൊടുത്ത് അവർക്ക് സമാധാനം. ഇതാണ് ഓൺലൈനിൻ്റെ ഗുണം. എന്തും റിട്ടേൺ ചെയ്യാവേ. എൻ്റെ അമ്മ സ്നേഹത്തോടെ എൻ്റെ അച്ഛന് ഒരു കൈയില്ലാത്ത ബനിയൻ വാങ്ങിച്ചു കൊടുത്തു. അതിപ്പോൾ എൻ്റെ ബെറ്റിക്കോട്ടാ. തിരിച്ചെടുക്കുന്നവര് ഇതേപോലൊരു സാധനം രാവിലെ അമ്മ വാങ്ങിച്ച് അതിന് റിട്ടേൺ പോളിസി ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ ആരാ മോള് ഉച്ചയ്ക്ക് മുമ്പ് ഇതിനേൽ 200 രൂപ കൂടുതലായിട്ട് അമ്മ OLX അത് വിറ്റു. ഉച്ചയ്ക്ക് മുമ്പേ. എന്നിട്ട് എൻ്റെ അച്ഛൻ വന്ന് ചോദിച്ചു നീ എന്താ ഇങ്ങനെ രാവിലെ വാങ്ങിച്ച സാധനം ഇങ്ങനെ ഉച്ചയ്ക്കൊക്കെ വിറ്റ് കഴിഞ്ഞത് എന്തുവാ? ഇങ്ങനെ പോയി ഒരു ദിവസം നീ എന്നെ വിൽക്കത്തില്ലെന്ന്. അപ്പൊ എൻ്റെ മമ്മിയുടെ ഡയലോഗ്, OLX-ൽ ആക്രി എടുക്കില്ലെന്ന്. എൻ്റെ പാവൻ ഡാഡി സ്വന്തം കാർഡ് എടുത്ത് മോളെ പർച്ചേസ് ചെയ്തോടാന്ന് പറഞ്ഞ് കാർഡ് കൊടുക്കുന്ന ആ മനുഷ്യനെ നോക്കി പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അപ്പോൾ എൻ്റെ അച്ഛന് മറ്റേ ആൻറ്റി പറയുന്ന പോലെ ലത് സംഭവിച്ചു. എന്ത്? ഇമോഷണൽ ഡാമേജ് സംഭവിച്ചു എൻ്റെ അച്ഛന്. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലെ ആ ഡാമേജ് അച്ഛനൊരു പാട്ടായിട്ട് പുറത്തോട്ട് ഇറക്കി. എൻ്റെ ഭാര്യയെ ഓൺലൈനിനടിമേ പുറത്തിറങ്ങൽ നിർത്തിയ വനിതേ, വീട് മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു നിന്റെ ഓൺലൈൻ പർച്ചേസിലൂടെ. വേറെ വല്ല ഹബ്ബിമാരും നിന്റെ കാർട്ടിലുണ്ടോ? പാവമാക്രിയാണെങ്കിലും മറിച്ച് സെല്ലുമോ നീ? ഈ പാവത്തെ നീ ന്യൂജനാക്കാൻ നെറ്റിലൊന്നുമില്ലേ സെർച്ചടി. Once upon a time, once upon a time.